കൃതയുഗം. കൃത എന്ന് പറഞ്ഞാൽ ഇതാണ് 4. കൃത എന്ന് പറഞ്ഞാൽ എത്രയാ? 4, 4. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? കൃതയുഗത്തിൽ നമ്മുടെ സാക്ഷാൽ ഭഗവാൻ 4 അവതാരം എടുത്തിട്ടുണ്ട്. അതാണ് ഈ ക്ഷേത്രമേഖലകളിൽ കൂടിയാണ് പറയാൻ എനിക്ക് ഇഷ്ടം തോന്നിയത്. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക, നേരത്തെ അറിയുന്നവർ ക്ഷമിക്കുക. എന്താ പറഞ്ഞത്? ആദ്യ യുഗം, കൃതയുഗം. കൃതം എന്ന് പറഞ്ഞാൽ 4 എന്ന അർത്ഥമുണ്ട്. 4 അവതാരങ്ങൾ എടുത്തത് ആദ്യത്തെ സത്യയുഗം അഥവാ കൃതയുഗത്തിലാണ്. ഇത് നേരത്തെ അറിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പഠിച്ചില്ലേ? ഇനി മറക്കരുത്. ഓക്കെ ആണോ? ശരി. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയണോ? ഈ 4 അവതാരങ്ങൾ. ആദ്യത്തേത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അതല്ലേ 4? അവരിപ്പോഴും തലയാട്ടുന്നില്ല. അന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ തന്നെ. ഓക്കെ ആണോ? ഇനി അടുത്തത് ത്രേതായുഗം അല്ലേ? ഇംഗ്ലീഷിൽ 3 കേട്ടില്ലേ? അവന് 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. 3. അപ്പൊ എത്ര അവതാരങ്ങൾ ഉണ്ടാവും ഭഗവാന്റെ? നമ്മുടെ ഭഗവാന്റെ 3. അത് ഏതൊക്കെയാന്ന് പറയൂ? അത് ഞാൻ പറയൂല. നരസിംഹം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ക്ലൂ വേണോ? ക്ലൂ വേണോ? കുറച്ച് പൊക്കമൊക്കെ പറഞ്ഞതാ. വാമനൻ. പിന്നെ പിന്നെ ഒരു മഴുവായിട്ട് ഒരാൾ വന്നല്ലോ, പരശുരാമൻ. പിന്നെ സാക്ഷാൽ അമ്മ പറഞ്ഞ ശ്രീരാമൻ. ത്രേതായുഗത്തിലെ രാമൻ, ശ്രീരാമൻ കേട്ടില്ലേ? അപ്പൊ 3 എണ്ണം പഠിച്ചോ? ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഏതാ 3 എണ്ണം? 3 അവതാരങ്ങൾ. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ. ഇനി ദ്വാപരയുഗം. ദ്വാ എന്ന് പറഞ്ഞാൽ എത്രയാ? ദ്വാ 2. അപ്പൊ എത്ര അവതാരം ഉണ്ട്? 2. അതാരൊക്കെയാ? ക്ലൂ വേണോ? അത് തന്നെ. പിന്നെ ഒരു ചേട്ടൻ കൂടെ വന്നല്ലോ, കാരണവര്. കൃഷ്ണന് ഒരു ഏട്ടൻ കൂടെ ഇല്ലേ? ബലരാമൻ. ഇനി തെറ്റൂലല്ലോ. ഇനി വരാൻ പോകുന്നത് കലിയുഗം. അപ്പൊ കൽക്കി അല്ലേ? കൽക്കി അല്ലേ മേ? ഇപ്പൊ മൊത്തം കലിയല്ലേ? കലി വരും. കലി സിനിമ ഇറങ്ങി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വീണ്ടും പോവാം. അപ്പൊ ഇതിലെന്താ പ്രത്യേകത അറിയാം? ഒരുപാട് പറയാണ്ട് അതിനെ കുറിച്ച് തന്നെ. ഭാഗവതത്തിൽ അതൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. അത് പറയുന്നത് എനിക്കിപ്പോ തോന്നാണ് ആദ്യത്തെ യുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. വലിയ മണ്ടത്തരായി പോയി. 1,00,000 വർഷം ജീവിക്കായിരുന്നു. പറ്റിച്ചില്ലേ? ഭഗവാൻ ഇപ്പോഴാ തന്നത്. നമുക്ക് അവസരം തന്നത് ഇപ്പോഴാണ്. സാരല്ലേ, ഭഗവാൻ തരുന്നത് സ്വീകരിക്കാം. പിന്നെ പറയുന്നത് ത്രേതായുഗത്തിൽ 10,000 കൊല്ലം, ദ്വാപരയുഗത്തിൽ 1000 കൊല്ലം. ഇപ്പൊ എത്രയാണെന്നറിയോ? 100. ഇനി ഒരു കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് സന്തോഷിക്കാം. കാരണം ഈ കലിയുഗത്തിന്റെ അവസാനം ഭാഗവതത്തിൽ 12ാം സ്കന്ധത്തിൽ പറയുന്നത് 25 കൊല്ലം ആയുസ്. 25 കൊല്ലം 3 അടി പൊക്കോ. 25 കൊല്ലം ആയുസാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ 10 വയസ്സിൽ പഠിത്തം നിർത്തിയിട്ട് കല്യാണം കഴിക്കണ്ടേ? ഇല്ലേ? 15-18 ആകുമ്പോഴത്തേക്കോ മക്കളെയൊക്കെ കെട്ടിച്ചിട്ട് പിന്നെ നമ്മള് വയസ്സനായിട്ട് കുത്തിരിക്കട്ടെ. 25 വയസ്സേ ഏതായാലും ഇപ്പൊ കിട്ടിയത് നന്നായിട്ടോ അമ്മേ. അല്ലെ നമുക്ക് ഈ 100 വയസ്സ് ജീവിക്കാൻ പറ്റുമോ? ഭാഗ്യം. ഭഗവാനോട് നന്ദി, ഇപ്പോഴെങ്കിലും ജന്മം തന്നതിന്. ഇല്ലേ? എപ്പോഴാ തരാന്ന് ഭഗവാന്റെ നിശ്ചയിക്കുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആദ്യം ഇതിൽ തന്നെ പറയേണ്ട കാര്യത്തിലേക്ക് വരാം. സുഹൃത്തുക്കളെ, ആദ്യം പറഞ്ഞ കൃതയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 ഗ്രഹങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, നമ്മുടെ ഭാഗവതം, ശ്രീമദ് ഭാഗവതം ഇത്ര വലിയ സന്ദേശമാണ് നൽകുന്നത്. 2 ഗ്രഹങ്ങളാ. അതേതാണെന്നറിയാമോ? ഒന്ന് എന്താണ്? സ്വർഗം, മറ്റൊന്ന് നരകം. സ്വർഗത്തിൽ ആരാ? ദേവന്മാരല്ലേ? നരകത്തിൽ അസുരന്മാര്. അത് കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗത്തിൽ എങ്ങനെയാണെന്നറിയാമോ? 2 രാജ്യങ്ങളായി. ആദ്യം പറഞ്ഞത് 2 രാജ്യങ്ങൾ ഏതാണെന്ന് അറിയാമോ? ആദ്യം പറഞ്ഞ 2 ഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഏതാണ്? സ്വർഗം, മറ്റൊന്ന് നരകം. ഇനി ത്രേതായുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 എന്താണ്? രാജ്യങ്ങളിലാണ്. അതേതൊക്കെയാ? ത്രേതായുഗത്തിൽ 2 രാജ്യത്താ താമസിച്ചത്. ദേവന്മാർക്ക് ഒരു രാജ്യം, അസുരന്മാർക്ക് വേറൊരു രാജ്യം. അറിയില്ല, ഒന്നാലോചിക്കും. രാവണൻ ഏത് രാജ്യത്തായിരുന്നു? ലങ്ക. ഭഗവാനോ? ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാജ്യം അയോധ്യ. അപ്പൊ അയോധ്യ, ലങ്ക. പിടി കിട്ടിയോ? മറന്നില്ലല്ലോ? ഇനി പറയണ്ടല്ലോ, ഒന്നുകൂടി പറയണോ? ആദ്യം പറഞ്ഞതാണ് സ്വർഗം, നരകം. സ്വർഗത്തിൽ ദേവന്മാര്, നരകത്തിൽ അസുരന്മാര്. അത് കഴിഞ്ഞാൽ പിന്നെ 2 രാജ്യങ്ങളായി മാറി. അതേതൊക്കെയാണ്? അയോധ്യയും ലങ്കയും. പിന്നെ ദ്വാപരയുഗം വന്നപ്പോ അത് 2 കുടുംബമായി മാറി. 2 കുടുംബം ഏതാന്ന് ഇനി ഒന്ന് ആലോചിച്ച് പറഞ്ഞൂടെ? അതേതായിരുന്നു ദ്വാപരയുഗത്തിലെ 2 കുടുംബം? കൃഷ്ണ ഭഗവാനൊക്കെ വന്നേ. പാണ്ഡവരും കൗരവരും. ഈ പാണ്ഡവരും കൗരവരും തന്നെ കേട്ടോ. കുരു രാജവംശത്തിൽ പെട്ടതാണ്. പക്ഷെ പാണ്ഡവര് കൗരവര് ശരിക്കും മറ്റൊരു പാണ്ഡവരെ വിളിച്ച പോലെയാണെങ്കിൽ കൗരവരെ വിളിക്കേണ്ടത് ധാർത്തരാഷ്ട്രം എന്ന് വിളിക്കണ്ടേ? ധൃതരാഷ്ട്ര മക്കളെ. പക്ഷെ 2 എന്നാലും ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്.
രണ്ടും ശരിയാണ്, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇട്ടതായിരിക്കും. ഏതായാലും പാണ്ഡവരും കൗരവരും മനസ്സിലായോ? അപ്പൊ പാണ്ഡവർ ആരുടെ കൂട്ടത്തിലാണ്? ദേവന്മാരുടെ ഭാഗത്ത്. മറ്റു കൗരവരോ അസുരന്മാരുടെ സ്വഭാവം. ശരിയല്ലേ? സത്യം പറഞ്ഞ ഈ അസുരന്മാരും ദേവന്മാരും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവം തന്നെയല്ലേ ഉദ്ദേശിക്കുന്നതാണോ അല്ലയോ? ദേവന്മാരും അസുരന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള കാര്യം എന്താ പറയാ? ശ്രീമദ് ഭാഗവതം പറയുന്നു, കലിയുഗത്തിൽ ദേവനും അസുരനും ഒരേ ആളിന്റെ ഉള്ളിൽ തന്നെയാണ്. പിടികിട്ടിയോ? അതിന് ഓർഡർ മനസ്സിലായോ? ആദ്യം 2 ഗ്രഹം, പിന്നെ 2 രാജ്യം, പിന്നെ 2 കുടുംബം, അവസാനം എത്തിയപ്പോ എവിടെ എത്തി? ഇപ്പോ ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ദേവനും അസുരനും ഉണ്ട്. ദേവന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൊട്ടിയമ്മ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പ്രഭാഷണം കേൾക്കാനിരിക്കുന്ന എല്ലാവരും ഇപ്പൊ ദേവന്മാരാണ്. അല്ലേ? അല്ലേ? ഇപ്പൊ നിങ്ങളെല്ലാരും ദേവന്മാരാണ് കേട്ടോ. ഇനി നിങ്ങൾ രാത്രി 10 മണിക്ക് വീട്ടിൽ വരുമ്പോ ചിലപ്പോ എന്താവും? ചിലപ്പോ അസുരം പുറത്തിയാണ്. ശരിയോ തെറ്റോ? ഈ കഞ്ഞിക്ക് ഇത്രേ ഉപ്പിടണ്ടെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഇല്ലേ? ചിലപ്പോ നമ്മള് വേഗം ടിവിന്റെ ഓഡിയോ കൂട്ടി വെക്കും. അപ്പൊ നമ്മുടെ പഴയ ഒണീഡ ടിവിന്റെ കൊമ്പ് കണ്ടിട്ടുണ്ടോ? മുഖമൊക്കെ ചെറുത്ത് കൊമ്പൊക്കെ പുറത്തിയാടി. അപ്പൊ നമ്മുടെ സംസാരം ഭാഷയെല്ലാം മാറൂലേ? ഇപ്പൊ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ വെറുതെ അല്ലല്ലോ ഭാഗവതം പറയുന്നത്. ഇപ്പം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആരുണ്ട്? ദേവനും അസുരനുമുണ്ട്. സമ്മതിച്ചല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ദേവനെ പുറത്തു കൊണ്ടുവന്ന അസുരനെ ഉറക്കണം. വേണ്ടേ? അസുരനാണോ ദേവനാണോ വർക്ക് ചെയ്യേണ്ടത്? ദേവൻ മരണം, അസുരൻ ഉറങ്ങണം. അസുരനെ പൂർണ്ണമായിട്ട് പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ചിലരുടെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് അസുരൻ പുറത്തിയാണ്. അപ്പൊ അസുരൻ പുറത്തു വരാതെ ഉറക്കാൻ പറ്റുമോ? പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്.